ദൈവത്തിൻ്റെ കരുണയും കരുതലും അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ കണ്ടറിഞ്ഞ നിമിഷങ്ങൾ, ജീവിതത്തിലെ ചെറുതും വലുതുമായ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയുന്ന ദിനങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങൾ പ്രചോദനമാകാനും പ്രതീക്ഷയും പ്രത്യാശയും ജീവിതങ്ങളിൽ നിറയാനും ഷാലോം TV ഒരുക്കുന്നു ഇറ്റ്സ് ഗോഡ്. ഇറ്റ്സ് ഗോഡിന്റെ ആകാംക്ഷഭരിതമായ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒത്തിരി ധൈര്യം പകരുന്നത്. ഈ ദൈവത്തിന്റെ ചെറുതും വലുതുമായ കുറേ അധികം ഇടപെടലുകളാണ് നമ്മളെ പിന്നീട് അങ്ങോട്ട് ബലമുള്ളവരാക്കുന്നതും പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നതും. ദൈവം തൊട്ടനുഗ്രഹിച്ച സ്മിത ഇസിദോർ ദമ്പതികൾ അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം സ്മിത ഇസിദോർ ദമ്പതികളെയും അവരുടെ ഫാമിലിയെയും. സ്മിത ചേച്ചിക്കും ഇസിദോർ ചേട്ടനും മക്കൾക്കും എല്ലാം ഈ ഒരു ഫ്ലോറിലേക്ക് ഒത്തിരി ഒത്തിരി സ്വാഗതം. നിങ്ങളുടെ ഒരു വീഡിയോ ഈ ചേട്ടന്മാർ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ? കണ്ടില്ലല്ലോ? നമുക്ക് കണ്ടാലോ? കാണാം. നീ അങ്ങോട്ട് നോക്കിക്കോ. കേട്ടോ, നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മോനിൽ തന്നെ തുടങ്ങാം. എൻ്റെ പേര് ഗോഡ്വിൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. മൂത്ത ആളാണല്ലേ? അതെ. ഇനി രണ്ടാമത്തെ ആള്? എൻ്റെ പേര് ഇസ. ഇസ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അടുത്ത ആള്? എൻ്റെ പേര് ഇവാമരിയ ഇസിദോർ. ഇവാമരി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ, സാവ്യ മൈക്ക് പിടിച്ച് വാങ്ങി. ഇസ ചേച്ചിനെ ഒന്ന് പറയാൻ വിടുവോ? ഒന്ന് പറയാൻ കൊടുക്കാവോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന്? 1ാം ക്ലാസ്സില്. അത് സാവ്യോ. സാവ്യോ, അപ്പയുടെ പേരറിയാവോ? അപ്പാ. എന്നാ അപ്പയുടെ പേര് ചേട്ടൻ പറയട്ടെ അല്ലേ? അപ്പയുടെ പേര് ഇസിദോർ. ഇസിദോർ. അമ്മയുടെ പേര് ആർക്കറിയാവുന്ന അമ്മയുടെ പേര്? അമ്മയുടെ പേര് സ്മിത. അമ്മയുടെ പേര് സ്മിത. ഓക്കെ, നമ്മളങ്ങനെ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഇവരുടെ ജീവിതത്തിൽ നടന്ന കുറേ അധികം കാര്യങ്ങൾ നമ്മൾ കണ്ടു. 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതും കുഞ്ഞുണ്ടാവുന്നതും അത് കഴിഞ്ഞ് വരുന്ന കോംപ്ലിക്കേഷൻസ്. ചേച്ചിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. ശേഷം എന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. അപ്പം ഇവരായിരുന്ന ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇവരെ ജൂബിലിയിലേക്ക് റെഫർ ചെയ്തു. ആ ഒരു ഡോക്ടർ ആദ്യം ഒരു 50-50 ഒരു % ഒക്കെ പറഞ്ഞുള്ളൂ, നമുക്ക് കയ്യിൽ നിൽക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് ജൂബിലിയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും ബ്ലീഡിങ് നിൽക്കുന്നില്ല. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി. മരണത്തെ മുഖാഭിമുഖം കണ്ടു എന്ന് തന്നെ പറയണം. കാര്യം അത്രയേറെ ഭീകരമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ്. അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ചേച്ചിയും ചേട്ടനെ നമുക്ക് കാണാം. അപ്പം ഈ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നുപോയതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ട് സാധ്യതയില്ല, നേരെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ മോനെ വിളിച്ചു, എന്താ മോനെ അവൾക്ക് വയ്യാന്നുണ്ട് ഇവിടേക്ക് മാറ്റി തരണം എന്താന്ന് വെച്ചു. 4 കുട്ടികളുടെ അമ്മയാണ്, അവൾക്ക് ജീവൻ കൊടുക്കണേ, അവൾക്കൊന്നും വരുത്തല്ലേ യേശുവേ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് നേഴ്സുമാരും അതിനോടൊന്നും വരുന്നുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ പറഞ്ഞ പ്രതീക്ഷയില്ലാത്ത പോലെ ഡോക്ടർ പറയുന്നത് മാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കോൺഫിഡൻസ് അങ്ങേരും കൂടെയുള്ളവരും തന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് 2 കൽപ്പിച്ച് ഒരു 7 മണിയായിട്ടുണ്ടാവും രാവിലെ. 2 കൽപ്പിച്ച് ഞാനിത് ഓപ്പറേഷൻ ചെയ്യാനങ്ങ് തീരുമാനിച്ചു. 50 കുപ്പിയോളം
ബ്ലഡ് ചേച്ചിയുടെ ശരീരത്തിലേക്ക് കയറ്റി. ഡോക്ടർ തന്നെ പറഞ്ഞു ഒരു മനുഷ്യന് എന്ത് ചെയ്യാനാകും എന്നുള്ള രീതിയിൽ പകച്ചു നിൽക്കുകയായിരുന്നു എന്ന്. പക്ഷെ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചേട്ടൻ ധൈര്യം കൊടുത്തു. ചേട്ടൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ ചേട്ടൻ ധൈര്യമായിട്ട് ചെയ്തോ, ഓപ്പറേഷൻ ചെയ്തോ ഡോക്ടറെ എന്നൊരു വാക്ക് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ധൈര്യം എന്ന്. ചേട്ടന് ആ ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടി? ധൈര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അങ്ങനെ തോന്നിച്ചു, നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഓപ്പറേഷൻ മാത്രം ഉണ്ടെങ്കിൽ ആകെ ഒരു വഴിയുള്ളൂ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞതാണ്. ഒരു ഉറപ്പുണ്ടായിരുന്നോ? അല്ല, ഡോക്ടർ ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് ഉള്ളത് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഡോക്ടറിന്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കാം. അനസ്തീഷ്യക്കാരെ വിളിച്ചു. അനസ്തീഷ്യക്കാർ പറഞ്ഞു ഇത് വളരെ റിസ്കി കേസാണ്. പേഷ്യൻ്റെ ഓൺ ടേബിൾ ഡെത്ത് എഴുതിയെടുത്തുകൊണ്ട് പേഷ്യൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി നമ്മൾ പേഷ്യൻ്റെ അനസ്തീഷ്യ മുഴുവനായിട്ട് അനസ്തീഷ്യ കൊടുത്തു, ട്യൂബ് ഇട്ടു. പേഷ്യൻ്റ് തുടങ്ങി, ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയ വഴി ഡോക്ടർ പറഞ്ഞു പൾസ് ഇല്ല കേട്ടോ, BP കിട്ടുന്നില്ല, രോഗി ഓൾമോസ്റ്റ് മരിച്ചു, എന്താ ചെയ്യേണ്ടത്? ഏതായാലും ഞാൻ 2 കൽപ്പിച്ച് തുടങ്ങിയതല്ലേ എന്ന് വെച്ച് ഞാൻ അങ്ങനെ തുറന്നു. വയറ് തുറന്നപ്പോൾ ഈ പാത്രത്തിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്ന മാതിരി രക്തം ഇങ്ങനെ കെട്ടി വയറിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരും. എനിക്കൊന്നും കാണുന്നില്ല. സാധാരണ എല്ലാം നോർമലായിട്ട് രോഗിയിൽ പോലും ഒരു ഇൻറ്റേർണൽ ഇലിയാക് ലൈഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സർജറിയാണ്. ഈ രക്തം കെട്ടിക്കിടക്കണ ഇതിൻ്റെ ഉള്ളിലൂടെ ഞാൻ കൈ താഴത്തേക്ക് ഇട്ടു. എനിക്കൊന്നും കണ്ടില്ല. ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ദൈവത്തെ വിളിച്ചു. എനിക്ക് എൻ്റെ കൈകൾ എങ്ങനെ എനിക്ക് വിശ്വാസം പോലും വരുന്നില്ല, എങ്ങനെ ഞാൻ ആ രക്തക്കുഴലിൽ പിടിച്ചു. ഈ രക്തത്തിനുള്ളിൽ കൂടെ കൈ തപ്പി ആ രക്തക്കുഴൽ പിടിച്ചു, കെട്ടി 2 വശത്തും കെട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ സമയത്ത് പൾസും ഇല്ല, BP ഇല്ല, ഡോക്ടർ മരിച്ചു, രോഗി മരിച്ചു എന്ന് ഓൾമോസ്റ്റ് തീരുമാനം എടുത്തിരുന്നിടത്തുനിന്ന് രോഗി അപ്പം ആ ഡോക്ടർമാർ രോഗിയുടെ നെഞ്ചത്ത് അമർത്തുകയും രോഗിക്ക് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള അഡ്രിനാലിൻ ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇത് കെട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പൾസും ഒക്കെ വന്നാൽ പോലും രോഗി അത്യാസന്ന നിലയിൽ തന്നെയായിരുന്നു. രോഗിയെ അവിടുന്ന് ICUലേക്ക് മാറ്റി. എന്തായാലും രോഗിയുടെ ബന്ധുക്കളും രോഗിയും ഞാനും വിശ്വസിക്കുന്നു നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രോഗി പതുക്കെ റിക്കവർ ചെയ്ത് ഞങ്ങളുടെ വാർഡിൽ വന്നു തിരിച്ച്. വളരെ ഒരു ആഴ്ചയ്ക്ക് ശേഷം രോഗി സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, പൾസ് ഇല്ല, ഓൾമോസ്റ്റ് മരിച്ചു. ഈ സമയത്ത് ചേച്ചിയോട് ചോദിക്കാൻ പാടുണ്ടോന്നുപോലും എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടായിരുന്നു ആ കാര്യങ്ങളെ കുറിച്ച്? എനിക്ക് അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു 7 മണി നേരമാണെന്നാണ് ഇവർ പറയുന്നത്. ടൈം എനിക്ക് അറിയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആദ്യം എനിക്ക് കാണിച്ചു തരുന്നത് ചുമരുമ ദിവ്യകാരുണ്യേശോയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നതാണ്. ജസ്റ്റ് കണ്ണിങ്ങനെ അടച്ചിട്ടുണ്ട്, അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ കാണുമ്പോൾ ഫസ്റ്റ് കാണുന്നത്, പിന്നെ എനിക്ക് കാണുന്നത് ദിവ്യകാരുണ്യേശ്വര ഫോട്ടോ ആണ്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഹോസ്പിറ്റലിൽ മാറിയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള എന്തോ ഒരു പ്രശ്നം ഞാൻ അഭിമുഖീകരിക്കാൻ പോവാന്ന്. അപ്പോഴേക്കും എന്നെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ചു. നമ്മുടെ കണ്ണ് പെട്ടെന്ന് തന്നെ അവർ കവർ ചെയ്തു. ഈ സ്റ്റിക്കറിന് പുറമെ അവർ റിബണോ എന്തോ കെട്ടി തോന്നുന്നു. പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അവിടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷനാണ് നടത്താൻ പോണേന്ന് പറഞ്ഞു കേട്ടു. അത് പറയുമ്പോഴേക്കും കണ്ടു എൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് എന്തോ ഒരു സാധനം അങ്ങനെ വലിക്കണ നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്. വേദനയൊന്നുമില്ല, വലിച്ചു. അത് വലിച്ച വശം തന്നെ ഫുള്ളും നമ്മൾ ഒരു സ്വിമ്മിങ് പൂളിൽ കിടക്കണ അനുഭവമാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഫുള്ളും ഈ ബ്ലഡിൽ കിടന്ന്, ശരിക്കും പറഞ്ഞാൽ അതിൽ കിടന്ന് നമ്മൾ കുളിക്കാൻ കിടത്തിയ പോലെ അത്രയധികം ബ്ലഡിൽ കിടന്ന് ഞാൻ പൊന്തിയ പോലെയുള്ളൊരു അനുഭവമാണ് എനിക്കുള്ളത്. ഡോക്ടർ പറയുന്നുണ്ട് സാറില്ല നമുക്ക് നോക്കാം ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോഴേക്കും എനിക്ക് കാണുന്നത് ഞാൻ മരിച്ച് കിടക്കണ എൻ്റെ പിക്ചറാണ് എൻ്റെ ബ്രെയിനിൽ കാണാൻ എനിക്ക് പറ്റുന്നത്. കണ്ണടഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ നടയിലകത്ത് ഞാൻ മരിച്ച് കിടക്കണം. ഒരൊറ്റ സെക്കൻഡ് അത് ഞാൻ അങ്ങനെ മരിച്ച് കിടക്കണതും ആളുകൾ ഒരു റൗണ്ട് ഇങ്ങനെ എന്നെ ചുറ്റി പോണതും. ശരിക്കും ഒരു ഓൺ ടേബിൾ ഡെത്ത് എഴുതി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സർജറിക്ക് പോകുന്നത് ശരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഷോക്കാണ്.
പിന്നെ ഞാൻ ഇവർ പറയുന്നുണ്ട് ഞാൻ സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങി തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് കണ്ട വശം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, ഈശോയെ ഞാൻ മരിക്കുകയാണെങ്കിലും എന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിലും ഇടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് എന്താണ് ആ മൂഡ് അങ്ങനെ ഒരു ഇത് തോന്നിച്ചതെന്ന് അറിയില്ല, ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കാം. അത് പറഞ്ഞ് ഞാൻ മനസ്സിൽ എൻ്റെ വായയിൽ എന്തൊക്കെയോ ഉഴച്ചുണ്ട്. പക്ഷെ ഞാൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പറഞ്ഞു തുടങ്ങിയ വശം തന്നെ ഇവരെ കവിളത്ത് നഴ്സുമാർ തട്ടിയിട്ട് പറയുന്നുണ്ട്, മോളെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, സ്ട്രെയിൻ ചെയ്യരുത് എന്ന് ഇവർ കവിളത്ത് തട്ടുണ്ട്. ആ തട്ടുമ്പോഴേക്കും എൻ്റെ വായിൽ നിന്ന് നൊരയും പതിയും വരുന്നു. ആ നൊരയും പതിയും വരുമ്പോൾ ഇവരത് ഇങ്ങനെ തുടയ്ക്കണ വരെ ഉള്ളത് ആ സിറ്റുവേഷൻ വരെ എനിക്കറിയാം. അത് കഴിഞ്ഞ വശം തന്നെ പിന്നെ എനിക്ക് ഇവർ പറയണതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പൂപ്പന്താടി പോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ പൊങ്ങാണ്. അത് ഈ ശരീരത്തിൻ്റെ ഭാരം വേറെ ഒന്നുമില്ല, അങ്ങനെ മെല്ലെ മെല്ലെ അങ്ങനെ പൊങ്ങി. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റേജിൽ പൊന്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പച്ചനെ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പച്ചൻ കൂടെ വന്നിട്ടില്ല, എന്നെ ഇപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുമില്ല. അപ്പോൾ അപ്പച്ചനെ ജസ്റ്റ് ഒന്ന് ഓർത്ത വശം തന്നെ എനിക്ക് കാണിച്ചു തരണത് മോനെ എടുത്തിട്ട് ആരുമില്ല, ഇങ്ങനെ കൈയൊന്നും കാണില്ല, മോനെ മാത്രം ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് കാണിച്ചു തരും. മോനെ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് അതേപോലെ തന്നെ, പക്ഷെ ആ മോൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് പിക്ചർ അപ്പച്ചൻ്റെ ഫേസാണ്. മോനെ ഇങ്ങനെ കാണിച്ചു തരാൻ ആ ചേഞ്ചോടുകൂടി അപ്പച്ചനെ കാണിച്ചു തരാം. അത് കഴിഞ്ഞോടുകൂടി ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി, എന്നെ ശുദ്ധീകരണ സ്ഥലത്ത് ഇടണേന്ന് പറയുമ്പോഴേക്കും ഭയങ്കര പെയിനാണ് എനിക്ക് വരുന്നത്. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങനെ നല്ല ദാഹം തോന്നും. മരണവേദനയാണെന്നുള്ളതൊക്കെ എനിക്കിത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് മരണവേദന, ഭയങ്കര വെള്ളം ദാഹം. അപ്പം ഞാൻ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, അതിനുള്ള യോഗ്യത എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ലവനായി ഈശോയ്ക്ക് ചോദിച്ചപ്പോൾ തന്നത് വിനാഗിരിയാണ്. അപ്പം എനിക്കതിനുള്ള യോഗ്യത ഇല്ല. അത് പറഞ്ഞ വശം തന്നെ ഈശോ ആ വേദന എടുത്ത് അപ്പം മാറ്റി. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ. അതാണ് ഒരു സെക്കൻഡിനുള്ളിൽ ആ വേദന എടുത്ത് മാറ്റി. വീണ്ടും ഞാൻ ഇങ്ങനെ അപ്പൂപ്പന്താടി പോലെ വീണ്ടും പൊന്തി തുടങ്ങും. ആ വേദന ഇല്ല എനിക്ക്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുന്തോറും ആ അപ്പൂപ്പന്താടിയുടെ കനം ഓരോ സെക്കൻഡിലും കുറഞ്ഞു വരികയാണ്. അത് മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും ശുദ്ധീകരണ സ്ഥലത്ത് ഇടണേന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഏട്ടൻ്റെ അനിയുണ്ട്, ആൾ ഗൾഫിലാണ്. അപ്പം അവൻ ഈ സിറ്റുവേഷനിലൊന്നും അവനെ കണ്ടിട്ടില്ല, ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. അവൻ വന്നിട്ട് ചിരിച്ചിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പം എന്താ ജീസനെ അനിയൻ്റെ പേര് ജീസൻ എന്നാണ്, എന്താ അനിയനെ കാണിച്ചു തരണേ എന്ന് ഞാൻ എൻ്റെ മനസ്സിലാണ്. ആ ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും കണ്ടു സാബു ബ്രദറിനെ. സാബു ബ്രദർ ശാലോം ടി വിയിലെ ധ്യാനം പറയാൻ നിൽക്കണം അതേ ടേബിള് നിന്നിട്ട് ആ ടേബിളിൽ ഒരു അടി അടിച്ചിട്ട് സാബു ബ്രദർ പറയുന്നുണ്ട് സാക്ഷ്യം എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞ വശം തന്നെ ഞാൻ സാബു ബ്രദറിനെ കണ്ട വശം തന്നെ ഞാൻ ചോദിക്കണത്, സാബു ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ, എന്നെ ശുദ്ധീകരണ സ്ഥലത്തിടാൻ, നരകത്തിലേക്ക് എന്നെ വിടരുത്, ശുദ്ധീകരണ സ്ഥലത്തിടാൻ വേണ്ടി. ഇത് പറഞ്ഞ സെക്കൻഡിൽ കണ്ടു അത്രയും വലിയ 2 കൈകൾ. അത് നമുക്ക് ഈ ലോകം മുഴുവൻ കീഴടക്കാൻ പറ്റുന്ന അത്രയും വലിയ 2 കൈകൾ ഇങ്ങനെ വന്നിട്ട് അത് വലത് കൈ കൊണ്ട് ഈ അപ്പൂപ്പൻ തടിയും ഒറ്റ അടിയാ. അടിച്ച വശം തന്നെ ഞാൻ വന്നിട്ട് വീണ്ടും എൻ്റെ ശരീരത്തിൽ വന്ന് വീഴുക. അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭാരം ഉണ്ടായിരുന്നു, വന്ന് വീഴുന്ന വശം തന്നെ ആ ബ്ലഡിൽ വന്ന് വീഴുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കുലുങ്ങാണ് ആ ടേബിളുമ്മ. ആ ബ്ലഡിൽ കിടന്ന് കുലുങ്ങണത് നമുക്ക് പെട്ടെന്ന് അത് വീണ വശം തന്നെ ഞാൻ വേദനിക്കണമെന്ന് പറയണം. അപ്പം ഡോക്ടർ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു. ഡോക്ടർ പുറത്ത് പോയിട്ട് അവിടെ പറയാൻ 1-2 വ്യക്തികളോട് ഞാൻ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിനോടും അപ്പനോടും അനിയനോടും ഒന്നും പറഞ്ഞിട്ടില്ല, ആങ്ങളമാരോടൊക്കെ തീരുമാനമായി. അങ്ങനെ അത് ഇവരോട് എങ്ങനെ പറയാം എന്നുള്ള സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും ക്ലീൻ ചെയ്ത് വയറ് വീണ്ടും തുന്നാൻ വരണ നേരത്താണ് ഞാൻ വേദനിക്കണമെന്ന് പറയുമ്പോൾ ഡോക്ടർ നോക്കുകയാണ്. അപ്പം ഈ വേദനിക്കണമെന്ന് പറഞ്ഞത് തൊട്ടുള്ളത് വീണ്ടും എനിക്ക് പറയണതും ഫുള്ളും എനിക്ക് കേൾക്കാം. ഇവർ പറയണത്, ഇവർ ടീം നിന്ന് വർത്താനം പറയണതൊക്കെ എനിക്ക് കേൾക്കാം. ഡോക്ടർ പറയണതാണ്, അയ്യോ ഇത് വെയിൻ കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ എന്നോട് ICUവിൽ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, എനിക്കൊന്നും തൻ്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റിയില്ല. 2
വലിയ ശക്തികൾ എൻ്റെ 2 കൈയ്യമ്മ കൂട്ടി പിടിച്ചിട്ടാണ് മോളുടെ വെയിന്മ സ്റ്റഡ് ഇട്ടത്. അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. കാരണം എന്താ വെച്ചാൽ ഞാൻ കണ്ട കാര്യം, ഞാൻ കേട്ട കാര്യം വേറൊരാൾ പറയണത് ഡോക്ടർ തന്നെയാണ് പറയണത് എന്നോട്. ആ വേദനിക്കണമെന്ന് പറഞ്ഞ് ഒരു സ്റ്റഡ് ഇടുന്നതോടുകൂടി എനിക്ക് വീണ്ടും അവർ ഒരു സെഡേഷൻ തന്നു. ആ സെഡേഷൻ പിന്നെ എനിക്ക് ഓർമ്മ പോയി. പിന്നെ ഇവർ പറയണതൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ ICUലാണ്. ചേച്ചിയുടെ അനുഭവങ്ങൾ വളരെ നന്നായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ ഒത്തിരി രസകരമായ അല്ലെങ്കിൽ അതിശയകരമായ മറ്റൊരു കാര്യം ഡോക്ടറിന് പറയാനുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് ഒരിക്കലും മനസ്സിലാവാതിരുന്ന 2 കാര്യങ്ങൾ ഇതിൽ സംഭവിച്ചത്. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുമാതിരി ഇത് അത്ര എളുപ്പമുള്ള സർജറി അല്ല. നേരെ നോക്കിയാൽ പോലും ആ രക്തക്കുഴൽ കെട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇത് രക്തം കെട്ടിക്കിടക്കണ ഉള്ളിലൂടെ എൻ്റെ കൈ ചെന്ന രക്തക്കുഴലിൽ പിടിക്കാൻ പറ്റി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ധൈര്യം തന്നു. അതായത് സാധാരണ നമുക്ക് വേണ്ടി നമ്മളെ പറയുമ്പോൾ നമുക്ക് തോന്നിയത് മതി, അവിടെ അനസ്തീഷ്യ ഡോക്ടർ പറഞ്ഞു പോയി രോഗി എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് ചെയ്യാനുള്ള ധൈര്യം തന്നു. ഈ 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ ക്രെഡിറ്റ് ആയിട്ടേ ഒരിക്കലും ഈ രോഗി, അപ്പോൾ എന്നും ഞാൻ എൻ്റെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയുന്നത് ഇതിലെന്തോ ഒരു അദൃശ്യ ശക്തി പ്രവർത്തിച്ചു. ഇതൊന്നുമല്ല കാര്യം. ഈ രോഗി ഒരു 6-7 മാസം കഴിഞ്ഞ് ഒരു സാക്ഷ്യം കൊടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഈ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്കറിയാം, എൻ്റെ അനസ്തീഷ്യ ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. സാക്ഷ്യത്തിൽ രോഗി പറഞ്ഞു ഡോക്ടർക്ക് ഈ രക്തക്കുഴൽ കിട്ടിയില്ല എന്നും കിട്ടി എന്ന് ഡോക്ടർ പറഞ്ഞു എന്നും. അപ്പം അതെങ്ങനെയാ സംഭവിക്കുക? ഞാൻ രോഗി മൊത്തമായിട്ട് അനസ്തീഷ്യയിലാണ് ഇരിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നു, അനസ്തീഷ്യ ഡോക്ടറോട് ചോദിച്ചു, നിങ്ങൾ അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ രോഗിയോട്? ഞങ്ങൾ 2 പ്രാവശ്യം ആ സാക്ഷ്യം പിന്നെയും കേട്ടിട്ട് അനസ്തീഷ്യ കൊടുത്ത ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതെന്താ അത്, നമ്മൾ പറഞ്ഞ കാര്യം എങ്ങനെയാണ് രോഗിക്ക് മനസ്സിലാവുക? അപ്പോൾ ഇതിലെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് മനസ്സിലായിട്ട കുറേ കാര്യങ്ങൾ ഈ പ്രൊഫഷനിൽ വന്ന ശേഷം 20 കൊല്ലമായി ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നു. 20 കൊല്ലം 2002 ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. 2005 ജൂബിലിയിൽ 4 കഴിഞ്ഞ് 5 ഞാൻ ജൂബിലിയിൽ ജോലി ചെയ്ത് തുടങ്ങി. ജൂബിലിയിൽ ഇപ്പോൾ 17 കൊല്ലമായി ജോലി ചെയ്യുന്നു. പലപ്പോഴും പലതിനും കാരണങ്ങൾ എനിക്ക് മനസ്സിലാവാറില്ല. എന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് വീട്ടിൽ പറഞ്ഞപ്പോഴും വീട്ടിൽ കാണിച്ചു, അശ്വത്ത് എങ്ങനെയാണ് ഇത് പറഞ്ഞത്, എങ്ങനെയാണ് രോഗിക്ക് മനസ്സിലായത്? എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. രോഗിയോട് ഞാൻ പുറത്തു വന്ന ഈ രക്തക്കുഴൽ കിട്ടിയെന്നോ ചാടിപ്പിടിച്ചു എന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്നുള്ളതിനും നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ പ്രാർത്ഥന. എന്തെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സർജറി നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. സോ ഇതൊക്കെ എന്തോ കോയിൻസിഡൻസ് ആണോ, ഇതിൻ്റെ പുറകിൽ എന്താ ഉള്ളത്? പിന്നെ എന്തായാലും എൻ്റെ ക്രെഡിറ്റ് ഇതിൽ വളരെ കുറവാണ്. എനിക്ക് ധൈര്യം തന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ധൈര്യം തന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത്. ആസ് എ ഡോക്ടർ ഞങ്ങളിലൂടെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളായി നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങൾ ദൈവത്തിൻ്റെ ഇതുകൾ ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആർക്കും മാജിക്കൽ പവറോ ഒന്നുമില്ല. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അത് ഡോക്ടറായാലും രോഗിയായാലും. അത് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. സാബു ബ്രദറിന്റെ ധ്യാനത്തിന് പോയി നിങ്ങളൊരു സാക്ഷ്യം പറയുകയൊക്കെ ചെയ്തിരുന്നു അല്ലേ? അതാന്ന് തോന്നുന്നു ഡോക്ടർ കേട്ടതും ഒക്കെ. അനസ്തേഷ്യ ലഭിച്ച ഒരു രോഗി ഒരിക്കലും ഒന്നും കേൾക്കില്ല, എന്നിട്ടാണ് ഇതൊക്കെ ഇവിടെ സംഭവിച്ചത്. ചേട്ടനോട് ചേച്ചി ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ? എല്ലാം പറഞ്ഞിരുന്നു. ചേട്ടൻ എന്താ ആക്ച്വലി തോന്നി? എനിക്കൊന്നും ഇതിന്റെ മെഡിക്കൽ ഒരു റീസണും കാര്യങ്ങളൊന്നും അത്ര നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല അല്ലേ ആ സമയത്ത്? അല്ല, എനിക്ക് ഞാൻ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ആള് പറയണത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ചേച്ചി ഇങ്ങനെ ഈ ഒരു അനുഭവം മുഴുവൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു ആ ഒരു സമയത്ത് അല്ലേ? അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ റൂമിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും വിവരിച്ച് പറഞ്ഞു. ഒന്നിൽ കൂടുതൽ സാക്ഷികൾ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് ആ സാക്ഷികളെ കൂടെ എടുക്കാന്നാണ് ബൈബിള് പോലും നമ്മുടെ അടുത്ത് പറയുന്നത്. നമുക്ക് നമ്മുടെ അനസ്തേറ്റിസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് ഈ ഒരു കാര്യം ഒന്നുകൂടെ കേൾക്കാം. ഹലോ, എൻ്റെ പേര് ഡോക്ടർ സെബാസ്റ്റ്യൻ. ഞാൻ ജൂബിലി മിഷൻ ആശുപത്രിയിൽ അനസ്തീഷ്യ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അന്ന് ഈ സ്മിത എന്ന പേഷ്യൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അന്ന് അനസ്തീഷ്യ കൊടുത്ത് ഉൾപ്പെടെ ആ കേസിൽ
പങ്കെടുക്കാൻ എനിക്ക് സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ സ്മിത പുറത്ത് നിന്ന് വേറൊരു ആശുപത്രിയിൽ നിന്ന് ഡെലിവറിക്ക് ശേഷം ബ്ലീഡിങ് നിർത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ ആണ് ജൂബിലിയിൽ എത്തുന്നത്. ഇപ്പോൾ ജൂബിലി കാഷ്വാലിറ്റിയിൽ എത്തുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം മാർന്നു പോയിരുന്നു, BP കുറവായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ബ്ലഡൊക്കെ കൊടുത്താണ് അവരുടെ BP ഒരു തരത്തിൽ കയറ്റി ഒന്ന് പൊക്കിക്കൊണ്ടിരാൻ നോക്കും. വീണ്ടും ബ്ലീഡിങ് തുടർന്നുകൊണ്ടേയിരുന്നു. അതായത് രക്തസ്രാവം നിർത്താനുള്ള ശരീരത്തിൻ്റെ പ്രക്രിയകളൊക്കെ എല്ലാം വിഫലമായി തുടങ്ങി. അങ്ങനെ വിട്ടാൽ ആൾ മരണത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമായിട്ടുള്ള സ്ഥിതിയിലെത്തി. അപ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനം അതായിരുന്നു. അതായത് ഈ അവസ്ഥയിൽ അപകടം പിടിച്ച ഓപ്പറേഷനാണ്, പക്ഷെ എന്നാൽ പോലും ഗർഭപാത്രം നീക്കം ചെയ്ത് അവിടുത്തെ രക്തക്കൊഴലുകളൊക്കെ നമുക്ക് കെട്ടിയൊക്കെ വെച്ച് രക്തസ്രാവം തടയാൻ കഴിഞ്ഞാൽ ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവർ തിയേറ്ററിലേക്ക് തള്ളി വീൽ ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ BP വളരെ താണ്, ഏതാണ്ട് ഹൃദയം നിൽക്കും, അറസ്റ്റ് എന്ന് നമ്മൾ പറയും, ആ അവസ്ഥയുടെ അടുത്തൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ട് അവിടെ. ഡോക്ടർ അശ്വത്ത് ധീരമായിട്ട് എന്തായാലും തീരുമാനിച്ചു നമുക്ക് ചെയ്തേ മതിയാവൂ. ഞങ്ങളങ്ങനെ ഒരു തീരുമാനിച്ചു ചെയ്യണം. തിയേറ്ററിൽ കയറ്റി അനസ്തീഷ്യ കൊടുക്കാൻ ഒരുങ്ങുന്ന നേരം കൊണ്ട് തന്നെ ഹൃദയം നിന്നുപോയി. എന്നിട്ട് ഉടനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹാർട്ട് മസാജ് കൊടുത്ത് മരുന്നുകളൊക്കെ കൊടുത്ത് ഹൃദയം വീണ്ടും ചലിപ്പിച്ച് അങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ അദ്ദേഹം തുടങ്ങി. അതിനൊപ്പം തന്നെ നമ്മൾ ഹൃദയം സ്റ്റേബിളാക്കാനും BP സ്റ്റേബിളാക്കാനുള്ള മരുന്നുകൾ, അതിൻ്റെ പ്രോഡക്ട്സ്, ബ്ലഡ് പ്രോഡക്ട്സ് എന്ന് പറയും, രക്തവും വേറെ പ്ലാസ്മ, അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഏതായാലും വിജയകരമായ ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സങ്കീർണാവസ്ഥയിലൊക്കെയുള്ള ആളുകൾ തിരിച്ച് നോർമൽ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഡോക്ടർമാർ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ആ സമയത്ത് ചെയ്യുന്നുണ്ട്. എന്നാലും ശരീരം അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കുന്നു, എന്ത് വരുന്നു എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ തീർച്ചയായും നമ്മൾ പറയും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന് പറയുന്ന മാതിരി ഇതിൽ ദൈവത്തിൻ്റെ ഒരു കൈ ഞങ്ങൾ കാണുന്നു. അനസ്തീഷ്യ തന്നിരുന്നു എന്ന് ഡോക്ടർ വീണ്ടും ഊട്ടിയുറപ്പിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഏതൊക്കെ വഴികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്? ശരിക്കും ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് ഒരു ഉത്തരം പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മഹത്വം അവനിൽ പ്രകടമാകാൻ. ആ മഹത്വം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി പേരുണ്ട്. മുമ്പും ചേട്ടൻ പറഞ്ഞിരുന്നു, സിസ്റ്ററൊക്കെ ഒത്തിരി അധികം പ്രാർത്ഥിച്ചിരുന്നു. ഈ സിസ്റ്ററിൻ്റെ ആ ഒരു അനുഭവങ്ങളും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇസിദോർ സ്മിത ദമ്പതികളുടെ 3 കുട്ടികൾ ഇയാൽ നിർമ്മലമാത കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ 4ാമത്തെ കുട്ടിയുടെ ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഇസിദോർ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ബ്ലീഡിങ് നിൽക്കാത്തതിനാൽ ഭാര്യ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന്. അത് ആ ഫോണിൽ കൂടെയുള്ള കരച്ചിൽ നമുക്കുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ട് അത്രയും സങ്കടപ്പെട്ട് ക്രിട്ടിക്കൽ സ്റ്റേജാണ് സിസ്റ്റർ, ഡോക്ടേഴ്സൊക്കെ കൈവിട്ടു, പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഫലമുള്ളൂ, വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഓഫീസിലായിരുന്നു. അപ്പോൾ ഇസിദോർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ആ വർക്കുകളൊക്കെ അവിടെ വെച്ചിട്ട് ഈശോയുടെ അടുത്ത് എനിക്ക് വേണ്ടി ഒന്ന് കരയാമോ? ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും പോയി. നിർമ്മലമാത കോൺവെൻറ്റ് സ്കൂളിൽ ഒരു പ്രത്യേകത, അവിടെ ആരാധന എല്ലാ ദിവസവും, സ്കൂളിലെ ആരാധന എല്ലാ ദിവസവും എഴുന്നള്ളിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഓഫീസിലെ എല്ലാവരും കൂടി സ്കൂളിൻ്റെ ആരാധനാലയത്തിൽ പോയി ഞങ്ങൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അതിൽ ഞങ്ങൾ ഡിമാൻഡ് വെച്ച്, പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഡിമാൻഡ് വെച്ച് ഇപ്രകാരം ഒരു കാര്യമായിരുന്നു, അമ്മ ഈശോയെ പ്രസവിച്ച ശേഷം അമ്മ മരിക്കുകയാണെങ്കിൽ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? അതിനാൽ അമ്മ ഇതിൽ ഇടപെടണം. പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് ഇവരൊരു നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ഈശോയുടെ മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് അമ്മ ഇടപെടാണ്ട് പറ്റില്ല എന്നുള്ളവർ ഞങ്ങൾ വാശി പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു. മെഡിക്കൽ സയൻസിന് അത് സാധ്യമല്ല. അതായത് ഈ ഒരു കാര്യത്തിൽ മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു. കാരണം ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് കൈവിട്ട കാര്യമാണ്, ഞരമ്പുകളൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഞങ്ങളോട് ഇസിദോർ വിളിച്ച് പറഞ്ഞിരുന്നു. മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാനില്ല. ഞങ്ങളൊരു 10:30 തുടങ്ങി പ്രാർത്ഥന തുടങ്ങി. ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു. ഇസിദോർ വിളിച്ചു പറഞ്ഞു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പ്രത്യേകമായി ദൈവം ഡോക്ടറുടെ കയ്യിലൂടെ ഇടപെട്ടു എന്നുള്ളൊരു അറിവ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ വളരെ നോർമൽ സ്ഥിതിയിലേക്ക് സ്മിത വന്നു. ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയാം. കാരണം മെഡിക്കൽ സയൻസിന് ഇത് സാധ്യമല്ല. അതുകൊണ്ട് അത് നന്ദി പറയാൻ വാക്കുകളില്ല. ഈശോയ്ക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. അപ്പം 1000 നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകാരുണ്യ ഈശോയ്ക്കും. അതെ, പത്രത്തിന് ഇത് സാധ്യമല്ല, മനുഷ്യന് ഇത് സാധ്യമല്ല, പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഇത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ്, അല്ലേ?
ഇത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അന്ന് തന്നെ ICUലേക്ക് മാറ്റിയാണ് എന്നെ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ICUയിൽ മാറ്റിയിട്ട് ഡോക്ടർ 4 മണിക്കാണ് എന്നെ വീണ്ടും കാണാൻ വരുന്നത്. അപ്പോൾ അവർ വീണ്ടും ബ്ലീഡിങ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈശോ തൊട്ട ഭാഗത്ത് സ്റ്റിച്ച് ഫുള്ളും കരിഞ്ഞിരിക്കണതാണ് കണ്ടത്. സ്റ്റിച്ച് മുഴുവൻ ഉണങ്ങിയിരിക്കുക. അതേസമയം റൈറ്റ് സൈഡിലും കംപ്ലീറ്റ് അതേപോലെ തന്നെ സ്റ്റിച്ച് ഉണങ്ങാണ്ട് ആയിരുന്നു. അതുപോലെ ഡെലിവറി കഴിഞ്ഞ സ്ഥലത്ത് 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണങ്ങിയത്. വെയിൻ ഉണ്ടായിരുന്ന ഒരു പോർഷനിലാണ്. ഈശോ സ്പർശിച്ച സ്ഥലത്തെ വെയിൻ തൊട്ട സ്ഥലത്ത് കംപ്ലീറ്റ് സ്റ്റിച്ചും ഉണങ്ങി. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്, ഡിസ്ചാർജായിട്ട് പോവുകയാണ്. അപ്പോൾ ഈശോയുടെ ശക്തമായ അത്ഭുതത്തിൻ്റെ തെളിവാണ് എനിക്ക് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് തന്നെ പോകാൻ പറ്റിയത്. മുറിവുണങ്ങി അല്ലേ? സാധിച്ചു. ഒത്തിരി സംഭവബഹുലമായ കനലിലൂടെ നീങ്ങിയ ഒരവസ്ഥ, അതിൻ്റെ റിസൾട്ട് കിടന്നുറങ്ങിയല്ലേ? ശരിക്കും ഇത് ഈ ഒരു ജീവിതം, നിങ്ങളുടെ ഒരു അനുഭവം ഒത്തിരി പേർക്ക് പ്രചോദനമാകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട്, ഇത് കാണുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനോട് ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇത്ര ശക്തമായ ഒരു അനുഭവം പറയാനും പങ്കുവെക്കാനും ഇവിടെ വന്ന സ്മിത ചേച്ചിക്കും ഇസിദോറേട്ടനും കുഞ്ഞുമക്കൾക്കും എല്ലാം ഒത്തിരി ഒത്തിരി നന്ദി. ഈ കുടുംബം നമുക്ക് നൽകുന്നൊരു സന്ദേശം അത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടേതുമൊക്കെയാണ്. നമ്മുടെ അലച്ചിലുകൾ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവം. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥനകൾ സന്നിധിയിൽ എത്തിക്കുന്നതും കേൾക്കാതെ പോകുന്നൊരു ദൈവമല്ലത്. നമ്മളെ എന്നും കൂടെ നിന്ന് കരം പിടിക്കുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ഒരു ദൈവം. യെസ്, ഇറ്റ്സ് ഗോഡ്. പുതിയ സന്ദേശങ്ങളും പുതിയ അനുഭവങ്ങളും പുതിയ വ്യക്തികളുമായി ഇറ്റ്സ് ഗോഡ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.